എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ് ഈ ഒരു ചാനൽ KL ബ്രോ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇന്ത്യയിൽ തന്നെ ഒരു സിംഗിൾ ചാനൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നേടുന്ന ഒരു ചാനലായിട്ട് വന്നതിനെ കുറിച്ച്. ഏകദേശം 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലേക്ക് എത്തി. പല ആളുകളും അത്ഭുതപ്പെട്ടു. ഈ വാർത്തകളിലൊക്കെ വന്നു. അവർക്ക് ഒരു സ്പെഷ്യൽ ബട്ടൺ യൂട്യൂബ് നൽകുകയുണ്ടായി. പല ആളുകൾക്കും പല സംശയങ്ങളും കാണും. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന പല ആളുകൾക്കും പല സംശയങ്ങളും കാണും. അപ്പോൾ അതിലെ ഒന്ന് രണ്ട് സംശയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഈ സംശയം എന്ന് പറഞ്ഞാൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഇവർക്ക് എങ്ങനെയാണ് ഈ ചാനലിൽ ലഭിച്ചത് എന്നതിനെക്കുറിച്ചും, രണ്ടാമത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നതുകൊണ്ട് ഇവർക്ക് എത്ര വരുമാനം കൂടുതലായി കിട്ടും, മറ്റുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ച് എത്ര വരുമാനം കൂടുതൽ കിട്ടും എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഒരു ചാനലിലേക്ക് എങ്ങനെയാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളം ചാനലിലേക്ക്. മലയാളം ചാനലിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാഴ്ചക്കാർ വളരെ പരിമിതമാണ്. നമ്മളൊരു ഹിന്ദിയിലോ അല്ലെങ്കിൽ ഒരു തമിഴിലോ ചാനൽ തുടങ്ങുന്ന പോലല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് അത് ഹിന്ദിയാണ്. അത് ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. മലയാളത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് മലയാളികളായിട്ടുള്ള ആളുകൾ മാത്രമേ അത് കാണുകയുള്ളൂ. എന്നാൽ ഹിന്ദിയിലൊരു ചാനൽ തുടങ്ങി നമ്മൾ ആ ഒരു ഹിന്ദി ചാനൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഓടുകയും ഒരുപാട് ആളുകൾ അതിൻ്റെ കാഴ്ചക്കാരായി വരികയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. അതാണ് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. മലയാളത്തിൽ ഈ ഒരു 50 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് പറയുന്നത് മലയാളികൾ മാത്രമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരില്ല ഒരിക്കലും. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത, വിദേശത്തുള്ള ആൾക്കാരും ഹിന്ദിക്കാരും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈ ചാനലിൻ്റെ ഷോർട്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ഭാഷകൾ ഉപയോഗിച്ചിട്ടില്ല, മലയാള ഭാഷ ഉപയോഗിച്ചില്ല. ടോം ആൻഡ് ജെറി എന്നുള്ളൊരു ടാഗിൽ ആണ് ഇതിൻ്റെ പല ഷോർട്സുകളും വർക്കാവുന്നത്. അതിൽ പഴയ ഒരു മൈമിൻ്റെ ഒരു രീതിയിലാണ് ഇത് വർക്കാവുന്നത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ആ ഷോർട്സുകളൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 700 മില്യൺ വരെയാണ് ടോപ്പിൽ ഇവരുടെ ഷോർട്സ് റൺ ചെയ്ത് പോയിരിക്കുന്നത്. അത് ഏത് ഭാഷക്കാർക്കും ആ ഷോർട്സ് കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഷോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവർ ഇറക്കുന്ന ഡെയിലി ബ്ലോഗുകളാവട്ടെ, ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളാവട്ടെ, ഇതൊക്കെ അതിനകത്തിൽ നമ്മുടെ മലയാളം ഭാഷ ഉപയോഗിക്കും. അപ്പോൾ ആ ഭാഷ മറ്റുള്ള സംസ്ഥാനക്കാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് അവരത് സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വ്യൂവും കിട്ടില്ല, അവരൊരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം. ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഷോർട്സ് ആണ്. അവരുടെ ഷോർട്സിൻ്റെ പ്രത്യേകതയാണ് ഇവരിലേക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനുള്ള കാരണം. അത് ഭാഷ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാഷ ഉപയോഗിക്കാതെ മൈമിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ മറ്റുള്ളവരുമായിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ച് ഇതിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിലേക്ക് വരുവാനുള്ള കാരണം. അത് ആ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാകും. ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ റൺ ചെയ്തിട്ടുള്ളതും അതുവഴിയായിരിക്കാം 90% സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ദോഷം എന്താണ്, അതിൻ്റെ ഗുണം എന്താണെന്നാണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഇവർക്ക് കിട്ടിയതുകൊണ്ട് ഇവർക്ക് വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമുക്ക് ക്രിയേറ്റേഴ്സായിട്ടുള്ള ആളുകൾക്കറിയാം ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അൽഗോരിതം ഷോർട്സിന് ഒരു രീതിയിലും ലോങ് ഫോർമാറ്റ് വീഡിയോകൾക്ക് വേറൊരു രീതിയിലുമാണ് വർക്കാവുന്നത്. അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് നൽകുന്ന റീച്ച് ഒരിക്കലും യൂട്യൂബ് ഈ ലോങ് ഫോർമാറ്റ് വീഡിയോകൾക്ക് നൽകാറില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവർക്ക് ഷോർട്സ് ഇട്ടിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചത് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുന്ന ആളാണെങ്കിലും ചാനൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾക്കാണെങ്കിലും ഷോർട്സിലൂടെയാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് എളുപ്പമാർഗം. എന്നാൽ ഈ സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നാലും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ലോങ് ഫോർമാറ്റ് വീഡിയോകൾ മാത്രം ചെയ്ത് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുന്ന ചാനലിന് അത്രയും വരുമാനം സബ്സ്ക്രൈബേഴ്സ് കൂടിയ ഒരു ഷോർട്ട് ചാനലിനോ അല്ലെങ്കിൽ അതിലിടുന്ന ലോങ് വീഡിയോയ്ക്കോ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യാവസ്ഥയായിട്ടുള്ളൊരു കാര്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കാം.
കാരണം 50 മില്യൺ ഉള്ള ഈ KL ബ്രോയുടെ ഈ ചാനലിലെ ലോങ് ഫോർമാറ്റ് വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ സൈഡിൽ കാണിക്കും. ഇതിൽ ലക്ഷം വ്യൂ കിട്ടുന്നത് വളരെ പരിമിതമായിട്ടാണ്. എല്ലാം ചിലപ്പോൾ ചില വീഡിയോകൾക്ക് മാത്രമേ ലക്ഷത്തിൽ പുറത്തുള്ള വ്യൂ ലഭിക്കത്തുള്ളൂ. അപ്പം ക്രിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം, ഈ ഷോർട്ട് ഫോർമാറ്റ് വീഡിയോകൾക്ക് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും വരുമാനം തീരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം വ്യൂ ലഭിച്ചാൽ ചിലപ്പോൾ $1 കിട്ടിയെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചില വീഡിയോകൾക്ക് മാത്രമേ 1 ലക്ഷം വ്യൂവിന് $1 കിട്ടത്തുള്ളൂ. അപ്പം ഒരു മാസം ഒരു $100 ലഭിക്കണമെങ്കിൽ ഏകദേശം 1 കോടി ആളുകൾ 1 കോടി ഷോർട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു $100 ലഭിക്കുള്ളൂ. അത് വലിയ പാടാണ്. യൂട്യൂബിനെ ഒക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്രയധികം റെക്കമെൻഡേഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ഉദാഹരണ സഹിതം ഞാനൊരു കാര്യം പറയാം. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയുണ്ട്, അതായത് നമ്മൾ ഷോർട്ട് ഫോർമാറ്റ് വീഡിയോകളൊക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഇത്ര മില്യൺ കണക്കിന് ഉണ്ടാക്കിയാലും നമ്മുടെ ലോങ് ഫോർമാറ്റ് വീഡിയോ കാണാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനത്തിൽ ഗണ്യമായ വർധനവ് ഈ ക്രിയേറ്റേഴ്സിന് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരൊക്കെ ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇവിടെ 2 ചാനൽ ഞാൻ ഉദാഹരണമായിട്ട് വെക്കുകയാണ്. ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചാനലാണ് വില്ലേജ് കുക്കിംഗ് ചാനൽ. തമിഴ്നാട്ടുകാർ റൺ ചെയ്യുന്ന ഒരു ചാനലാണ്. അതിൽ ഏകദേശം 24 മില്യണിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സ് മുഴുവനും ലോങ് ഫോർമാറ്റ് വീഡിയോ കണ്ട് വന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ലോങ് ഫോർമാറ്റ് വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, എല്ലാ ലോങ് ഫോർമാറ്റ് വീഡിയോകളും മില്യൺ കണക്കിന് വ്യൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ലോങ് ഫോർമാറ്റ് വീഡിയോകൾ റൺ ചെയ്തെങ്കിൽ മാത്രമേ വരുമാനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലാണ് ധ്രുവർ ഡാറ്റയുടെ ചാനൽ. ഇതിലും ഏകദേശം 25 മില്യൺ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ ചാനലിലെ ഓരോ വീഡിയോകൾക്കും ലോങ് ഫോർമാറ്റ് വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂ ആണ് ലഭിക്കുന്നത്. അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് തന്നെ 2-3 മില്യൺ കാഴ്ചക്കാരെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരേണ്ടത് ലോങ് ഫോർമാറ്റ് വീഡിയോ ഇട്ട് തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ വരുമാനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതായത് ഏതൊരു വീഡിയോയ്ക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആണ് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത്. അവർ കണ്ട് അത് നല്ല രീതിയിൽ അതിന് റീച്ച് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് അത് ഇവർ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ അൽഗോരിതം, യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോകളൊക്കെ യൂട്യൂബിൽ പല ക്രിയേറ്റേഴ്സും ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു തെറ്റിദ്ധാരണ എന്നുള്ള നിലയിൽ ആളുകളെല്ലാം പൊതുജനങ്ങളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയതുകൊണ്ട് ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ആളുകളുടെ ഒരു ധാരണ. ഈ വില്ലേജ് കുക്കിംഗ് ചാനലിനൊക്കെ ഒരു മാസം ഏകദേശം 32 ലക്ഷം രൂപ വരെയൊക്കെ വരുമാനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് ആ മില്യൺ കണക്കിന് വ്യൂ ലഭിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ KL ബ്രോ എന്നുള്ള ആ ഒരു ചാനലിന് 50 മില്യൺ ഉണ്ടെങ്കിലും അത്രയും ലോങ് ഫോർമാറ്റിൽ വ്യൂ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കുള്ള വരുമാനം ഇവിടെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോങ് ഫോർമാറ്റ് വീഡിയോകൾ മാത്രം ഇടുന്ന ചാനലിന് ലഭിക്കുന്ന വരുമാനത്തെക്കാളും കുറവായിരിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. ഇത് പല ആളുകൾക്കും അറിയില്ല. ക്രിയേറ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്നുള്ളത്.